ഹായ് ഡിസൈനേഴ്സ്, ഇന്ന് അഡോബി ഇല്ലുസ്ട്രേറ്ററിന്റെ 15ാമത്തെ ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. മുമ്പ് നമ്മൾ റൊട്ടേറ്റ് ടൂളും റിഫ്ലക്ട് ടൂളും പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കെയിൽ ടൂള്, ഷിയർ ടൂൾ, അതുപോലെ തന്നെ റീഷേപ്പ് ടൂൾ. ആണ് ഷോർട്ട് കട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു ചെറിയൊരു ഏരോ കാണിക്കുന്നത് അതിനുള്ളിൽ ഒന്നിലധികം ടൂൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കിയുള്ള ടൂൾസും കിട്ടും. ഇവിടെ വേറൊരു ചെറിയൊരു ഏരോ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, അത് നമുക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കാം. നമുക്കിങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് ആ ടൂൾസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് സ്കെയിൽ ടൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ടൂൾ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന്റെ ഔട്ട്ലൈൻ ബ്ലാക്ക് ആണ് സ്ട്രോക്ക് കൊടുത്തിട്ടുള്ളത്. ഫില്ല് വൈറ്റ് ആണ് കളർ കൊടുത്തിട്ടുള്ളത്. സ്ട്രോക്കിന്റെ പോയിന്റ് 1 ആണ് കിടക്കുന്നത്. നമുക്ക് ഇത് മാത്രമേ ഇപ്പൊ ആവശ്യമുള്ളൂ. നമുക്ക് നോർമൽ ആയിട്ട് കണ്ടോ, നമ്മുടെ സെലക്ഷൻ ടൂൾ ഈ ആങ്കർ പോയിന്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും അല്ലെ. അതുപോലെ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സ്കെയിൽ ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിൽ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനായിരിക്കും ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്കെയിൽ ടൂൾ കൊടുത്തിട്ടുണ്ടാവാം? അപ്പൊ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? ആ കാരണം തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്യാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? മുമ്പ് നമ്മൾ റൊട്ടേറ്റ് ടൂൾ ഒക്കെ പഠിച്ചപ്പോൾ ഒരു പിവറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അതും ഇവിടെ വരുന്നുണ്ട്. കണ്ടോ, സെന്ററിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു പിവറ്റ് പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഏതൊരു രീതിയിലേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് കറക്റ്റ് ആങ്കർ പോയിന്റിൽ തന്നെ ക്ലിക്ക് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഏത് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടും നമുക്കിങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ സ്കെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, ഈ ഒരു സെന്റർ പിവറ്റ് പോയിന്റിന്റെ ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ സ്കെയിൽ ആവുന്നത്. കണ്ടോ, ഏത് ഷേപ്പിലേക്ക് സ്കെയിൽ ആവുമ്പോഴും സെന്റർ പോയിന്റ് ആ ഒരു പിവറ്റ് പോയിന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ആ പിവറ്റ് പോയിന്റ് അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആ പിവറ്റ് പോയിന്റ് എവിടെ കൊടുക്കുന്നോ അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും സ്കെയിൽ ആവുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പോർഷനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിവറ്റ് പോയിന്റിനെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് സ്കെയിൽ ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ഡയറക്ഷനിലേക്കാണ്. എങ്ങനെ സ്കെയിൽ ചെയ്താലും അതിന്റെ സെന്റർ പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഡയറക്ഷൻ ആണ് വരുന്നത്. ഇനി എനിക്കൊരു കോപ്പി എടുക്കണം. പിവറ്റ് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഓൾട്ട് ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആങ്കർ പോയിന്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്കെയിൽ ചെയ്യാം. ഈ സ്കെയിൽ ചെയ്ത് ഞാൻ Ctrl+D അമർത്തി കോപ്പി എടുക്കുമ്പോൾ കണ്ടോ, നമുക്ക് ഇതുപോലെ ഒരു 1 പോയിന്റ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇതുപോലുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഞാൻ അത് ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യാണ്. എ ആണ് ഷോർട്ട് കട്ട്. ഞാൻ ഈ 2 പോയിന്റ് മാത്രം, 2 ആങ്കർ മാത്രം സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ സ്കെയിൽ ടൂൾ എടുത്തിട്ട് നോക്കിയേ, സ്കെയിൽ ചെയ്യുമ്പോൾ എന്താ, സെലക്ട് ചെയ്ത ആങ്കേഴ്സ് മാത്രമാണ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, ഞാൻ അത് ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ഒന്നിലധികം ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിലുള്ള എല്ലാ ആംഗിൾസും സെലക്ട് ചെയ്തു. വീണ്ടും സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്യാണ്. കണ്ടോ, നമുക്ക് ഇതുപോലെ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സെന്ററിലേക്ക് എന്തുകൊണ്ടാണ് സ്കെയിൽ ആവുന്നത്? പിവറ്റ് പോയിന്റ് സെന്ററിലാണല്ലോ എടുക്കുന്നത്. ഇവിടെ ആയിട്ട് കാണാൻ ആ പിവറ്റ് പോയിന്റ് ഞാൻ ഇവിടെ വെച്ചു. ഇനി സ്കെയിൽ ചെയ്യുമ്പോൾ നോക്കിയാൽ കണ്ടോ, ആ ഒരു പോയിന്റിലേക്കാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ആ പിവറ്റ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു സ്കെയിൽ ആവുന്നത് എന്നുള്ളത്. അപ്പോൾ അതെവിടെ വെക്കുന്നോ ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും സ്കെയിലബിൾ ആവുന്നത്. ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് ആ ഒരു സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ട് പെർസ്പെക്റ്റീവ് 1 പോയിന്റ് 2 പോയിന്റ് അങ്ങനെ പെർസ്പെക്റ്റീവ് ടൈപ്സ് ഷേപ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷിയർ ടൂൾ ആണ്. ആ ഒരു കാറ്റഗറിയിൽ തന്നെ രണ്ടാമത് വരുന്ന ടൂളാണ് ഷിയർ ടൂൾ. അത് ചെരിക്കുക എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഷിയർ എന്നുള്ള ഒരു അർത്ഥം വെച്ചിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്യാണ്. ഷിയർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് കണ്ടോ, ഇതേപോലെ ഷിയർ ചെയ്യുക. ഇതിനെയാണ് ഷിയർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സിനെ എങ്ങനെ ഷിയർ ചെയ്യാന്ന് നോക്കാം. ഞാൻ ചെറിയൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നുണ്ട്. അതിനൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു കോപ്പി കൂടി എടുക്കാം. ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് മുകളിലുള്ള ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഷിയർ ടൂൾ യൂസ് ചെയ്തിട്ട് കണ്ടോ, സെന്ററിലാണ് അതിന്റെ പിവറ്റ് പോയിന്റ് എന്നുള്ളത്. പിവറ്റ് പോയിന്റ് ഈ ഒരു പോർഷനിലേക്ക് ആക്കി കൊടുക്കുകയാണ്. നോക്കിയാൽ ഷിയർ ചെയ്യുമ്പോൾ കണ്ടോ,
ഈ ഒരു ലെവലിലേക്ക് വരും. പക്ഷേ ഇവിടെ ബാക്കിയുള്ള റെക്ടാങ്കിൾസ് ഒന്നും നമുക്ക് ഷിയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് എല്ലാ ഷേപ്സും സെലക്ട് ചെയ്യാണ്. ഷിയർ ടൂൾ എടുത്തിട്ട് ഷിയർ ചെയ്യാണ്. ഇപ്പം എന്താ സംഭവിച്ചത്? എല്ലാം ഒരുമിച്ച് ഷിയർ ചെയ്യാൻ പറ്റും. കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൂളിനെ കുറിച്ച് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ചില ഒബ്ജക്ട്സ് അല്ല ഷേപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലേഔട്ടിനൊക്കെ ഉപയോഗപ്പെടാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൂൾ നമുക്ക് പരിചയപ്പെടാം. ആ ഒരു കാറ്റഗറിയിൽ തന്നെ മൂന്നാമത്തെ ടൂളായിട്ടുള്ള റീഷേപ്പ് ടൂളാണ്. ഇവിടെ ഞാനൊരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമുക്കിത് റീഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഒരു പെൻ ടൂൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് ആങ്കർ പോയിന്റ്സ് ആഡ് ചെയ്തിട്ട് വേണം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് റീഷേപ്പ് ചെയ്യാനല്ലേ. അതുപോലെ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ആങ്കേഴ്സൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ ആങ്കർ പോയിന്റ് ടൂൾ യൂസ് ചെയ്തിട്ട് അതിനെ കർവ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് റീഷേപ്പ് ടൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും ഒരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ റീഷേപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഡ്രാഗ് ചെയ്യുക. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മൂവ് ചെയ്യുകയാണ്. റീഷേപ്പ് ടൂൾ വർക്ക് ആവണമെങ്കിൽ ഇവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി റീഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോർഷന് ക്ലിക്ക് ചെയ്തിട്ട് റീഷേപ്പ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഷേപ്പിനെ റീഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് റീഷേപ്പ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ ടൂൾസാണ് പഠിച്ചത്? നമ്മൾ സ്കെയിൽ ടൂൾ പഠിച്ചു, ഷിയർ ടൂൾ പഠിച്ചു, അതുപോലെ തന്നെ റീഷേപ്പ് ടൂളും പഠിച്ചു. നമുക്ക് ബാക്കിയുള്ള ടൂൾസ് നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്ററിൻ്റെ ബേസിക് ക്ലാസ്സസ് ആണ് നൽകി വരുന്നത്. ഇല്ലുസ്ട്രേറ്ററിൻ്റെ ഈ ഒരു ബേസിക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ഇല്ലുസ്ട്രേറ്ററിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സിലേക്ക് കടക്കും. അപ്പം നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ ഓരോ ഷെയറും ലൈക്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.